എന്റെ അമ്മോ, ഇപ്പോഴും ആശ്വാസായേ. അല്ല, മുതുമുത്തി ആയപ്പോഴാണെങ്കിലും ടീച്ചർക്ക് മോക്ഷം കിട്ടിയല്ലോ. പൊടി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ പോക്ക് കണ്ട ഏതോ കോളേജ് കുമാരിയാന്ന് തോന്നും. ഇതിപ്പോ എന്റെ കാര്യ കഷ്ടം. ആകെ ഉണ്ടായിരുന്ന കൂട്ടും ഇല്ലാണ്ടായി. നിനക്കിനി വീട്ടിലിരുന്നൂടെ? നിനക്കും ശല്യം തീർന്നല്ലോ. ഒന്നും പറയണ്ട, തീർന്നിടത്ത് നിന്ന് പുതിയൊരാള് വരുന്നുണ്ട്. അതെന്താടി? ഒക്കെ പിന്നെ പറയാം. നല്ലൊരു ദിവസമായിട്ട് ടീച്ചർ ചെല്ല്. ഓക്കെ, ബൈ. അപ്പൊ ശരി. പ്രിൻസിപ്പളായ എനിക്ക് തന്നെയാ മാനേജറുടെയും ചുമതല. നിന്ന് തിരിയാൻ നേരമില്ല. ടീച്ചറെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള് സ്വയംപ്രഭ. ഹലോ. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഭാഗ്യലക്ഷ്മി. ഇന്ന് ടീച്ചർക്കുള്ള ക്ലാസ്സിൽ പിഷാരണി മാഷക്കുള്ള സെൻഡ് ഓഫാ. ഉച്ച വരെ പോകും. അതിപ്പോ ഈ രാഹുൽ മാഷ ക്ലാസ് ഒഴിവാ. അവിടെ നാമ ഹരിശ്രീ. മനുസ്മൃതി ഒഴികെയുള്ള ഇന്ത്യൻ മിത്തോളജികളിൽ എല്ലാം തന്നെ പെണ്ണിന് പ്രമുഖ സ്ഥാനമാണുള്ളത്. പക്ഷേ മനുസ്മൃതിയിലാണെങ്കിൽ നേരെ മറിച്ചാണ്. പിതാരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നെഴുതി വെച്ച് മനു സ്ത്രീകൾക്ക് കൂച്ചുവിലങ്ങിട്ടു. കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഇന്നും ഈ പ്രവണത ചില അക്ഷരദൈവങ്ങൾ തുടർന്നു വരുന്നുണ്ട്. എന്നാൽ കാളിദാസ കൃതികളിലെല്ലാം തന്നെ കവി കൽപ്പിച്ചു കൊടുത്തത് സ്ത്രീയെ പാതിവൃത്യത്തിന്റെയും കുലീനതയുടെയും ഭാഗമായാണ്. കാളിദാസന്റെ ഈ വീക്ഷണമല്ലേ ശരി? Excuse me. May I come in? യെസ്, കമൻ. ഞാൻ കേട്ടു കാളിദാസൻ പടച്ചുവിട്ട സ്ത്രീജനങ്ങളെക്കുറിച്ച്. സ്ത്രീ പതിവ്രതയാണ്, അതാണ്, ഇതാണ്, കോപ്പാണ്. സൈലൻസ്. Who are you? ഇതേ കാളിദാസൻ അന്തി ഉറങ്ങിയത് ഉജ്ജയിനിയിൽ തനിക്ക് കൽപ്പിച്ചു കിട്ടിയ കൊട്ടാരക്കെട്ടിലല്ല, വിലാസവതി എന്ന വേശ്യയുടെ കാൽച്ചുവട്ടിൽ. ശരീരത്തിന് പ്രഭുക്കന്മാരോട് പണമണ്ണി വാങ്ങുന്ന വിലാസവതിക്ക് കാളിദാസനും കൊടുത്തു പ്രതിഫലം. പണമായല്ല, കാവ്യം. ഓം സ്തന ശങ്കരായ. ഇതും നിങ്ങൾ പറഞ്ഞ പാതിവൃത്തത്തിൽ പെടോ? പറയണം. അതും കൂടി മൊഴിഞ്ഞാൽ ഉപകാരം. Shut your mouth. സത്യസന്ധതയുടെ പ്രതീകമായി ഏത് പെണ്ണ ഈ ഭൂമിയിലുള്ളത്? ഭർത്താവിന്റെ മടിയിൽ കിടക്കുമ്പോഴും അന്യന്റെ മുഖമായിരിക്കും അവളുടെ മനസ്സിൽ. Get lost. I say get lost. You get lost. This time for me. I'm Rahul. മാഷേ, ഈ ഓം സ്ഥാന ശങ്കരായ അതിന്റെ അർത്ഥം എന്താ മാഷേ? ഓ അല്ല, ഓം സ്ഥാന ശങ്കരായയുടെ ഇരിക്കണവിടെ. വിനയൻ, സർ. ആർ യു കംഫർട്ട്? യെസ് സർ. Sit down. രാഘവട്ട എന്നെ തോണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കയ്യിലുള്ള സാധനം കഴിഞ്ഞു. ഇനി രാഘവട്ട കളി കണ്ടിരുന്നാ മതി. എന്തൊരു കഷ്ടം ഇത്. അങ്ങനെ ജോക്കർ വരുന്നു. അത് ശരിയാ, ജോക്കർ വരുന്നുണ്ട്. എണീറ്റോ എണീറ്റോ എണീറ്റോ. എടാ പിടിക്കടാ. നീ എന്ത് നോക്കി നിക്കണ? കൊച്ചു മുതലാളി വീഴില്ലേ? ഞാൻ മുതലാളിയുടെ സൗന്ദര്യം കണ്ടു പോയതാ. എന്താ രാഘവേട്ടാ, ഒന്നും കഴിച്ചില്ലേ? ആര് തരാൻ? എന്താടാ രാഘവേട്ടനൊന്നും കൊടുത്തില്ലേ? അതെ, തീർത്തു. മുതലാളി, എന്നാലും അനന്ത മുതലാളി നമ്മളേക്ക് വിട്ട് പോയില്ലേ? ആര് പറഞ്ഞു രാഘവേട്ടാ? ആനന്ദൻ മരിച്ചിട്ടില്ല. ആനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദേ, കുഞ്ഞൂട്ടനെന്ന പേരെങ്കിലും ഇനി ഞാൻ അനന്തൻ തന്നെയാ. അനന്തന്റെ സാമ്രാജ്യവും ഈ കൊട്ടാരം വീടിന്റെ നിഴലിൽ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യവും ഇനി എന്റെയാ. ആനന്ദൻ ചെയ്തൊക്കെ ചെയ്യാൻ ഞാനും ബാധ്യസ്ഥനാ. ഇനി കുഞ്ഞൂട്ട മുതലാളിയല്ലേ നമ്മുടെ മുതലാളി. എന്നാലും എനിക്ക് പേടിയാ മുതലാളി. എന്ത്? അകത്താണെങ്കിൽ നിങ്ങൾ ഒടുപ്പിച്ച കോടികളുടെ മുതല്, പുറത്താണെങ്കിൽ രണ്ടാളുകളെ കൊന്ന് തിമിർത്ത് നടക്കാൻ പ്രേതം. എല്ലാ ബാധയും മാറാൻ ഇതുപോലെ രാഘവേട്ടാ. പക്ഷേ കൊട്ടാരം വീടുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്നാൽ ഇതെല്ലാം എടുത്തു മാറ്റാനുള്ള കരാറ് കൂടി ഉണ്ട് മുതലാളി. അതൊക്കെ ഏറ്റു രാഘവേട്ടാ.
20 വർഷമായിട്ട് വരാത്ത ആരെങ്കിലും വന്നാ അന്ന് ഈ വീടിന് വില പറയും കുഞ്ഞൂട്ടൻ. അല്ല മുതലാളി എങ്ങോട്ടാ? അനന്തം കഴിക്കാനുള്ള കുറച്ച് മീൻകറി അടുപ്പത്തുണ്ടാവും, അത് തിളച്ചു പോകാൻ പാടില്ല. എടി എണീറ്റ് മേലെ മുറിയിൽ പോയി കിടക്ക്. എന്താ ഇവിടെ കിടന്നാ വരാൻ പോണത്? എടി നീ ഇവിടെ ശകുനം മുടക്കാൻ കിടക്കണ്ടെന്നാ പറഞ്ഞത്. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആ കുഞ്ഞൂട്ട മുതലാളി ഇപ്പൊ വരും. വല്ലച്ചോണം കയ്യും കാലും പിടിച്ചും കടാക്ഷിച്ചും അത്താഴത്തുള്ള വഴി ഉണ്ടാക്കിക്കോട്ടെ. നിന്റെ തന്തയ്ക്ക് കൊട്ടാരം വീട്ടിലെ കാവലും പൊറുതി മതി. അടുപ്പിൽ തീ പുകയണെങ്കിലേ എന്റെ ദേഹം തന്നെ അനങ്ങണം. പൊന്നുമോൾ അത്താഴം മുടക്കാതെ മോളോട് ചെല്ലേ. ഞാൻ ഒരു വട്ടം മറന്നു കുട്ടിയേ. ടീച്ചർക്ക് മനവരെ ഒരു കൂട്ടായേനെ പെങ്ങന്നാരായണൻ. എന്നെ കണ്ടപ്പോ ഭാവം മാറിയത് കണ്ടില്ലേ? ആരും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചിറ്റ തന്നൊരു വര എനിക്ക്. അല്ല, നീ എവിടുന്നാ ഇപ്പോ? ദേ ഞാൻ ദാ അവിടെ ഉണ്ടായിരുന്നു, ആ കുറുക്കമ്പാറയുടെ മേലെ. എന്തിന്? അവിടെ ഇരുന്ന് തെക്കോട്ട് നോക്കിയാ ദൂരെ നിന്ന് ചന്ദനക്കാമ്പാറ കയറി വരുന്ന ബസ് കാണാം. വളവ് തിരിഞ്ഞ് ബസ് ഓടി വരണത് കണ്ടാ പിന്നെ വടക്കോട്ട് നോക്കിയിരിക്കും. നോക്കിയിരിക്കുമ്പോ മൂസാപ്പടിയില് ബസ് നിർത്തും. അതിന്ന് ഇറങ്ങണ ആള് ടീച്ചറാവണേ ടീച്ചറാവണേ എന്ന് പ്രാർത്ഥിക്കും. കാല് താഴെ വെക്കുമ്പോ മനസ്സിലാവും ടീച്ചർ അല്ലാന്ന്. വീണ്ടും തെക്കോട്ട് നോക്കും, അടുത്ത ബസ്സും കാത്ത്. ഞാൻ പോയതോടെ നിന്റെ കാര്യം കഷ്ടമായില്ലേ? അതെ, സത്യ ടീച്ചറെ. കുറുക്കമ്പാറ അതാ ഇപ്പൊ സുധയുടെ താവളം. എന്താ വീട്ടിലെ കാര്യം പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ? എന്തു പറയാനാ ടീച്ചറെ, അനന്തന്റെ ശല്യം തീർന്നപ്പോ അടുത്ത ആളതാ എത്തി, കുഞ്ഞൂട്ടൻ. അമ്മ പറഞ്ഞിട്ടും കാര്യമില്ല, കാര്യങ്ങൾ നടക്കണ്ടേ. അന്നന്നത്തെ അത്താഴത്തിനുള്ള വക അമ്മയുടെ കൈകൊണ്ട് വേണ്ടേ. അച്ഛൻ ഇപ്പോഴും കൊട്ടാരം വീട്ടില് കാവല. രാവ് ഉദിക്കണതും പകൽ അസ്തമിക്കണതും ഒന്നും ആൾക്ക് പ്രശ്നമല്ലല്ലോ. നിനക്ക് പറഞ്ഞൂടെ രാധമ്മയോട്? സഹതപിക്കാൻ പോലും ആരോരും ഇല്ലാത്തവരാ ഞങ്ങള്. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ നാട്ടുകാർക്ക്. പേടിയില്ലാതെ നോക്കുന്ന കണ്ണാണെങ്കിൽ കാമ മാത്രം കാണാറ്. ആ കണ്ണിന്റെ മുഖത്ത് വീഴാതിരിക്കാൻ കൂടി ആവണം അമ്മയുടെ ഈ ബന്ധങ്ങള്. ആ എന്തൊക്കെയാ കോളേജിലെ വിശേഷങ്ങള്? അവിടെയുണ്ട് ഒരു മുരടം മാഷ്, രാഹുലൻ എന്നാ പേര്. ചിറ്റോട് പറയണോ വെളുത്തവാവിന്? വേണ്ട, അതൊക്കെ തീർക്കാൻ ഞാൻ മതി. പോരാണ്ട് വരുമ്പോ നിന്റെ ചിറ്റയോട് പറയാം. മനുഷ്യജീവന് കുറച്ചൊക്കെ വിലയുണ്ടേ. പിന്നൊരു കാര്യം, നീ ചിറ്റയോട് അപേക്ഷിച്ചോ ഒരു രക്ഷകനെ തരാൻ. വരും, അടുത്തെത്തിയിരിക്കുന്നു. നിന്റെ അച്ഛൻ കാവല് കിടക്കുന്ന കൊട്ടാരം വീടിന്റെ അവകാശി ബാലചന്ദ്രന്റെ മകൻ വിനയൻ. എന്റെ കോളേജിൽ എന്റെ കൺമുമ്പിൽ. സത്യാണോ? ഇത് തന്നെയാ വിനയനും ചോദിച്ചത്. അങ്ങനൊരു കൊട്ടാരം വീട് അയനിക്കര ഗ്രാമത്തിൽ ഉണ്ടോന്ന്. എനിക്കുറപ്പുണ്ട് വിനയന്റെ അച്ഛൻ തന്നെയാണ് മരിച്ചുപോയ ബാലചന്ദ്രൻ. അങ്ങനെയെങ്കിൽ അമ്മ നിർമ്മലാദേവി. നിന്റെ അച്ഛൻ മരണപ്പെട്ടത് ആ വീട്ടില് വെച്ച. ആ സത്യം ഞാൻ മറച്ചു വെച്ചു. അകാലത്തിൽ മരിച്ചുപോയ ഒരാളുടെ മകനെന്ന ഭീരുത്വം നിന്നെ ബാധിക്കാതിരിക്കാനാ. 20 കൊല്ലം മുമ്പ് നിന്റെ അമ്മ ഒക്കെ ഈ ഉള്ളിൽ കുഴിച്ചു മൂടി. എന്നിട്ട് എന്തുണ്ടായി? ഒടുക്കം ഞാനെല്ലാം നാട്ടുകാർ പറഞ്ഞ് അറിയേണ്ടി വന്നില്ലേ? സ്വന്തം അച്ഛന്റെ മരണം എങ്ങനെയാണെന്നറിയാൻ പറ്റാത്ത ഒരു മകനായി പോയില്ലേ ഞാൻ? മോനെ, അറിയണം, എനിക്കെല്ലാം അറിയണം. എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ആരാ നിങ്ങളുടെയൊക്കെ ഉപദേശകനായി ഈ ചക്രവാണി? അമ്മ പറയുന്നത് നീ കേക്ക്. നിന്റെ അച്ഛനെ മോഹിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു, അരുന്ധതി. ഉപാസനാമൂർത്തികളെ ആവാഹിച്ച് പകരം വീട്ടിതാവള്. ആ ശക്തിയെ ബന്ധിച്ചത് മഹാകാർമ്മികനായ ചക്രപാണിയാണ്. ഉപാസനാമൂർത്തി മണ്ണാൻ കട്ട. മനുഷ്യന് മനുഷ്യനല്ലാതെ മറ്റൊരു ശത്രു ഇല്ല. അതെ, എന്റെ അച്ഛനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും കൊന്നത്. ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന ആളല്ലേ. ഡോണ്ട് മേക്ക് മീ എ ഫൂൾ മാ. വിനു, അച്ഛമ്മ കുട്ടിക്കാലത്ത് ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ കഥയൊന്നും എനിക്ക് പറഞ്ഞു തന്നൂടായിരുന്നു?
മോനെ, മോളെ, നീ ചെല്ല്. എന്തെങ്കിലും പറഞ്ഞവനെ ആശ്വസിപ്പിക്ക. സ്വപ്നത്തിൽ മാത്രം കണ്ട അച്ഛനെ കുറിച്ചാ അവൻ അറിഞ്ഞേക്കണത്. ഉള്ളുരുകുന്നുണ്ടാവും. ചെല്ല്. നിന്റെ അച്ഛൻ, എന്റെ ബാലേട്ടൻ, എന്റെ മനസ്സിലിരുന്ന് വിലക്ക്. ഇല്ല, കൊട്ടാരം വീടിന്റെ പടി ചവിട്ടാൻ എന്നെ കൊണ്ടാവില്ല. നിന്നെ വിടില്ല ഈ അമ്മ. ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു. അമ്മയോട് ചോദിച്ചോ? ചോദിച്ചു. കൊട്ടാരം വീട് എൻ്റെ വീട് തന്നെയാ. ആവാതെ വരില്ല, എനിക്കറിയാം. അതെ, എൻ്റെ ഉള്ളില് ആഴത്തിൽ പതിഞ്ഞു പോയൊരു മുഖ വിനയന്റേത്.